ഹായ് ദൃശ്യ. ഹായ് ഭവ്യ. നമ്മുടെ ഫ്ലോർ ഇന്ന് മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുണ്ടല്ലോ. കളർഫുൾ ആയിട്ടുണ്ടല്ലേ? എല്ലാം പറഞ്ഞുതരാം. ഫസ്റ്റ് നീ ഇൻട്രോ പറ. ഓക്കെ. അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഹോളി ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇൻട്രോ ഒക്കെ കഴിഞ്ഞു, ഇനി നീ കാര്യം പറ. ഓക്കെ. നീണ്ട 5 വർഷത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം നമ്മുടെ ഹോളി ബീറ്റ്സ് ഇന്ന് 200th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഓ, ഇറ്റ്സ് 200. യാ, ഇറ്റ്സ് 200. നമുക്ക് ഏവർക്കും അറിയാം, കാൻഡിൽസ് ബാൻഡാണ് ഹോളി ബീറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതെന്ന്. സോ ഈ 200ൻ്റെ വേളയിൽ അവരുടെ സിംഗേഴ്സ്, ആ ഹോൾ ടീം ഇല്ലാതെ നമുക്കൊരു സെലിബ്രേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഹോളി ബീറ്റ്സിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഇന്നത്തെ ഈ ഒരു ഹാപ്പി ഫ്രെയിമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് ആർക്കെങ്കിലും അറിയോ? ഹോളി ബീറ്റ്സ് ഈസ് 200. ഹോളി ബീറ്റ്സിൻ്റെ ആദ്യകാലം മുതലുള്ള മെമ്പേഴ്സായ ഡയാന ചേച്ചിയും ടാൻസൻ ചേട്ടനെയും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡയന ചേച്ചി, 200ൻ്റെ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഒരു ലോങ് 5-year ജേർണിയെ പറ്റി ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയാണ്. ഹോളി ബീറ്റ്സ് എന്ന പ്രോഗ്രാമിലൂടെ ഷാലോം TV കാൻഡിൽസ് ബാൻഡിന് ഇങ്ങനൊരു അവസരം തന്നു. ഞങ്ങൾക്ക് 200 എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് പുതിയ ഗായകരെ പരിചയപ്പെടുത്താൻ പറ്റി. അപ്പം ഇനി മുന്നോട്ടും ഞങ്ങളെ ഇതുപോലെ സ്നേഹിക്കുക, എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ. ടാൻസൻ ചേട്ടൻ എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ? ഒരുപാട് സന്തോഷം. ഒരുപാട് മ്യൂസിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ആകാൻ പറ്റി. പിന്നെ ഈ ഒരു 200ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോൾ ടീമിൻ്റെ, പിന്നെ ഈ ഒരു പ്രൊഡക്ഷൻ ടീം, എന്തിനാ നിങ്ങൾ രണ്ടുപേരും, പിന്നെ നമ്മളുടെ വ്യൂവേഴ്സ് എല്ലാവരുടെയും ഒരു സപ്പോർട്ടിൻ്റെ തെളിവാണ് ഇത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല എപ്പിസോഡുകൾ നമ്മൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായും. ഏതൊരു സക്സസ്ഫുൾ ടീമിൻ്റെയും പിന്നിൽ അവരെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യാനും അവരുടെ എല്ലാ നീഡ്സും റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനും വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം ലീഡർ ഉണ്ടാവും. കാൻഡിൽസ് ബാൻഡിനും അങ്ങനെ ഒരു ടീം ലീഡർ ഉണ്ട്, അവരുടെ സ്വന്തം ടോണി ചേട്ടൻ. എത്രയും സ്നേഹത്തോടെ ഐ വെൽക്കം മിസ്റ്റർ ടോണി പാറക്കൻ ടു ദ ഫ്ലോർ. ടോണി ചേട്ടാ, എന്ത് തോന്നുന്നു ഈ 200ൻ്റെ ഫ്ലോറിൽ കാൻഡിൽസ് ബാൻഡിന് ഷാലോം TVയുടെ ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നിൽക്കുമ്പോൾ ആസ് എ ഫൗണ്ടർ ഓഫ് കാൻഡിൽസ് ബാൻഡ് ടോണി ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നത്? ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഷാലോം TVക്കും വലിയൊരു നന്ദി. 2017 ഇങ്ങനൊരു ബാൻഡ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഷാലോം TV ആയിട്ട് സംസാരിച്ചപ്പോൾ 2017 നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്നു. ഏകദേശം 2018 അത് ടെലികാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ദൈവാനുഗ്രഹത്താൽ ലോകം മുഴുവൻ അത് ഏറ്റെടുത്തു. അത് മനോഹരമായിട്ടത് ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും ഷാലോം TVയിൽ നിന്നും തന്നു. അപ്പോൾ കൂടെ പ്രവർത്തിക്കാൻ കുറേ ഗായകരെയും തന്നു. അപ്പോൾ ഓർക്കസ്ട്ര ടീം, അങ്ങനെ ഒരു നല്ലൊരു ടീം കൂടെ നിൽക്കാൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ 200 എപ്പിസോഡ് ആകുമ്പോൾ ഒത്തിരി നന്ദി എല്ലാവർക്കും, കൂടെ പ്രവർത്തിച്ചവർക്കും, പ്രത്യേകിച്ച് ഷാലോം TV, ഒപ്പം കാൻഡിൽസ് ബാൻഡ് മെമ്പേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ്. ഇനിയും ദൈവകൃപയാൽ ഒത്തിരിയേറെ പാട്ടുകളും മുന്നോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എല്ലാത്തിനും അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ടോണി ചേട്ടാ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഹാവ് ഫെയ്ത്ത്, ഡു നോട്ട് ഡിസ്പയർ, ട്രസ്റ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്. നമ്മുടെ 200ാം എപ്പിസോഡിൻ്റെ ആഘോഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല.
നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മനോഹരമായ പാട്ടുകളുമായി നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ പാട്ടുകളിലേക്ക് പോകാം. 200ാം എപ്പിസോഡിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം പകരാനായിട്ട് ഒരു സോളോ പെർഫോമൻസുമായി നിയക്കുട്ടിയാണ് നമ്മുടെ ഈ വേദിയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. എത്രയും സ്നേഹത്തോടെ നിയമോളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹായ് നിയക്കുട്ടി. ഹായ് ചേച്ചി. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. 200ാം എപ്പിസോഡിൻ്റെ സന്തോഷത്തിലാണല്ലേ? ഒരുപാട് സന്തോഷം ഈ 200 എപ്പിസോഡിൻ്റെ തന്നെ ഭാഗമാവാൻ സാധിച്ചതിൽ. നിയക്കുട്ടി ഹോളി ബീറ്റ്സിൽ ഫ്രീക്വൻറ്റ് സിംഗർ ആണ് അല്ലേ? അതെ അതെ. ഇപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ഓമന കയ്യിലോ ലീവിലെ കൊമ്പുമായി നിറഞ്ഞൊരു പാട്ടാണ്. ഓക്കെ, ഈ സോങ് ആരാണ് സജസ്റ്റ് ചെയ്തത്? ഇത് സജസ്റ്റ് ചെയ്തത് ടോണിച്ചേട്ടൻ തന്നെയാണ്. എനിക്ക് ഈ പാട്ട് നല്ലപോലെ ചേരുമെന്ന് പറഞ്ഞത് ടോണിച്ചേട്ടനാണ്. അപ്പോൾ അതന്നെ പാടാന്ന് വിചാരിച്ചു. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തു ചേച്ചി. ടെൻഷനൊന്നും ഇല്ല? ഇല്ല. അപ്പോൾ മോളെ ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പാടുക. താങ്ക് യു ചേച്ചി. നമുക്കെല്ലാവർക്കും നിയമോളുടെ മനോഹരമായൊരു പാട്ട് 200ാം എപ്പിസോഡിൻ്റെ ഈ സന്തോഷവേളയിൽ ആസ്വദിക്കാം. ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. ഓമന കൈയിലൊലി വിലക്കുമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ, കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ, കരളിൽ കനലേറും നിറയുമ്പോൾ ഇങ്ങനെ കരയാതിരുന്നിടും ഞാൻ, ഇങ്ങനെ കരയാതിരുന്നിടും ഞാൻ. ഓമന കൈയിലൊലി വിലക്കുമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ, പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ, എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ കന്യാമറിയമേ, എൻ
തരികയില്ലേ ഓമന കൈയിലൊലി വിലകുമ്പുമായി ഓശാന പെരുന്നാള് വന്നു ഓശാന പെരുന്നാള് വന്നു ഓമന കൈയിലൊലി വിലകുമ്പുമായി ഓശാന പെരുന്നാള് വന്നു ഓശാന പെരുന്നാള് വന്നു. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേദിയിലേക്ക് അടുത്തതായി ഒരു ഡ്യുവറ്റ് പെർഫോമൻസിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ഷിജിൻ ചേട്ടനെയും ലീജനെയും. ഹായ് ചേട്ടാ, ഹായ്. ഇന്നൊരു ഡിബേറ്റ് പെർഫോമൻസ് ആണ് അല്ലേ? അതെ അതെ അതെ. നിങ്ങൾ ഇതിനു മുമ്പ് ഡിബേറ്റ് പാടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പാടുന്നത്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സാധു എന്നെ കൈവിടാതെ എന്ന പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സോങ് സെലക്ട് ചെയ്തത്? പാട്ടിൻ്റെ തുടക്കം തന്നെ സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു എന്നാണ്. ഈ പാട്ടിലുടനീളം ദൈവത്തിന് നമ്മളെ ഒരു കരുതൽ, അതാണ് ഈ സോങ്ങിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം നല്ലൊരു പഴയ ക്രിസ്ത്യഗാനമാണ്, വളരെ നല്ലൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. രണ്ടുപേരും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്, രണ്ടുപേരും നല്ലപോലെ പാടുക. താങ്ക് യു. ഭക്തിസാന്ദ്രമായ ഇവരുടെ ഈ പാട്ട് നമുക്ക് ഏവർക്കും ആസ്വദിക്കാം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും കരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. പാപത്തിലും രോഗത്തിലും അവരാണെനിക്കഭയം. പാപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനെൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. കൈവിടില്ലെൻ കർത്തനെൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും
വേഗം വന്നിടും പ്രിയനാ. വിണ്ണിലെൻ്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനാ. വേല ചെയ്തൻ നാളുകൾ തീർന്നു, വീട്ടിൽ ചെല്ലും ഞാനോടുവിൽ. വേല ചെയ്തൻ നാളുകൾ തീർന്നു, വീട്ടിൽ ചെല്ലും ഞാനൊടുവിൽ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കട സാഹചര്യങ്ങളിലും നമ്മുടെ കണ്ണുനീരൊപ്പാനായി എത്തിച്ചേരുന്ന ഈശോനാഥനെക്കുറിച്ചുള്ളൊരു പാട്ടാണ് അടുത്തതായി ഈ വേദിയിൽ. ഒരു സോളോ പെർഫോമൻസിനായി ഡയാന ചേച്ചിയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ചേച്ചി. ഹായ്. ഇന്ന് ഈ 200ന്റെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ചേച്ചി ഏതാ സോങ് പാടുന്നതെന്ന്? കണ്ണുനീർ എന്ന് മാറുമോ വേദന എന്ന് തീരുമോ എന്ന് പറഞ്ഞ പാട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് തന്നെ ചേച്ചി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഈ പാട്ട് ഒരു പഴയ പാട്ടാണ്. നമ്മുടെ ഏത് വിഷമഘട്ടങ്ങളിലും ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് എപ്പോഴും താങ്ങായും തണലായും നമ്മുടെ ഒപ്പമുണ്ട് എന്ന് തോന്നുന്ന ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പാട്ടെടുത്തത്. അപ്പോൾ ചേച്ചി ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പാടുക. താങ്ക് യു. നമുക്കെല്ലാവർക്കും ഡയാന ചേച്ചിയുടെ മനോഹരമായ ഈ ഒരു പാട്ട് കേൾക്കാം. കണ്ണുനീർ ഇന്നു മാറുമോ വേദനകളിന്നു തീരുമോ? കണ്ണുനീർ ഇന്നു മാറുമോ വേദനകളിന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ ഇന്നു മാറുമോ വേദനകളിന്നു തീരുമോ?
രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ ഇന്നു മാറുമോ? വേദനകളിന്നു തീരുമോ? കണ്ണുനീർ ഇന്നു മാറുമോ? വേദനകളിന്നു തീരുമോ? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഗാനങ്ങളായി അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ഗാനമാണ് അടുത്തതായി ഈ വേദിയിൽ. ഗ്രൂപ്പ് പെർഫോമൻസുമായി നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും അവരുടെ ആ പാട്ട് ആസ്വദിക്കാം. മനമുരുകിക്കരയുന്നോരേ, കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. മനമുരുകിക്കരയുന്നോരേ, കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിളരുന്നു സ്തുതികളുമായി. ഹോയ്, ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൽ ചൈതന്യം ഒഴുകുമ്പോൾ. ഹോയ്, മനമുരുകിക്കരയുന്നോരേ, കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. വൈദ്യന്മാർ കൈവിട്ട മാറാത്ത രോഗത്താൽ അലയും മനസ്സോടൊരു വഴിതാ. നാഥന്റെ കാരുണ്യം കേടാനായി എത്തുന്നു, രക്തസ്രാവം സുഖമാക്കാൻ. ആയിരങ്ങൾ തിങ്ങുമ്പോൾ പിന്നിൽ നിന്നും യേശുവിൻ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചവൾ. ശക്തി ലഭിച്ചെന്നറിവായി രക്ഷകനുടനെ ആരാഞ്ഞു, ആരാണെന്നെ തൊട്ടത് ശാന്തിക്കാൻ. തൃപ്പാദത്തിൽ വീണുടനെ സത്യം ഏറ്റു പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ ഫലമെന്നവരരുളി. ഇരുമനസ്സറിയുമ്പോൾ വരമൊഴുകുന്നു, അരികിൽ അണയാം ദുരിതമകറ്റിടുവാൻ. മനമുരുകിക്കരയുന്നോരേ, കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. മനമുരുകിക്കരയുന്നോരേ, കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിളരുന്നു സ്തുതികളുമായി. ഹോയ്, ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൽ ചൈതന്യം ഒഴുകുമ്പോൾ. ഹോയ്, മനമുരുകിക്കരയുന്നോരേ,
ഈശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. മനമുരുകിക്കരയുന്നോരെ കരുണാമയി ഈശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അതരങ്ങൾ വിടരുന്നു സ്തുതികളുമായി. ഹോയ്! ദുഷ്ടാത്മാവ് ഒഴിയുന്നു, കടവാദം മാറുന്നു, ആത്മാവിൽ ചൈതന്യം ഒഴുകുമ്പോൾ. ഹോയ്! മനമുരുകിക്കരയുന്നോരെ കരുണാമയി ഈശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടും. 200-ാം എപ്പിസോഡിൻ്റെ ഈ നിറവിൽ നമ്മൾ ഇന്ന് കാഴ്ചവെച്ച ഗാനങ്ങളും ഗ്രൂപ്പ് പെർഫോമൻസസും ഒക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുമായി ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ബൈ.